യുഎസിലെ ട്രക്കിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന അനധികൃതമായ കുടിയേറ്റക്കാരായ ഡ്രൈവർമാരെ മാറ്റി പകരം അമേരിക്കൻ സൈനികരെ നിയമിക്കാനുള്ള നിർദ്ദേശവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുമ്പോൾ അത് സ്വാഭാവികമായും ഇന്ത്യക്കാരെ അല്ലെങ്കിൽ മലയാളികൾക്ക് ഒരു തിരിച്ചടി നൽകുകയാണ്. പെൻസിൽവേനിയ ഡിഫൻസ് ആൻഡ് ഇന്നൊവേഷൻ സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ് ഈ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അനധികൃതമായി എത്തിയ പല ട്രക്ക് ഡ്രൈവർമാരും സുരക്ഷിതരല്ല എന്നും രാജ്യത്തുണ്ടാക്കുന്ന പല മാരകമായ വാഹന അപകടങ്ങൾക്കും കാരണം ഇവരാണ് എന്നും ട്രംപ് കുറ്റപ്പെടുത്തുന്നു. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടികൾ ട്രംപ് ഭരണകൂടം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ട്രംപിന്റെ നിർദ്ദേശം പ്രാവർത്തികമായാൽ യുഎസിലെ ട്രക്കിംഗ് മേഖലയിൽ സജീവമായ ആയിരക്കണക്കിന് ഇന്ത്യൻ കുടിയേറ്റക്കാരെ, പ്രത്യേകിച്ച് പഞ്ചാബ്, ഹരിയാന സ്വദേശികളെ ഇത് ദോഷകരമായി ബാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. അനധികൃത കുടിയേറ്റക്കാരായ ട്രക്ക് ഡ്രൈവർമാർക്കെതിരെ തങ്ങളുടെ ഭരണകൂടം ഉടൻ തന്നെ ചരിത്രപരമായ നടപടി സ്വീകരിക്കുമെന്നാണ് ട്രംപ് ഉച്ചകോടിയിൽ വ്യക്തമാക്കിയത്. അനധികൃത